ഓരോ പൂവ് എടുക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അരളിപ്പൂവിൻ അഞ്ചിതള് മുക്കുറ്റിപ്പൂ അഞ്ചിതള്. അപ്പം ഓരോ പൂ പറിച്ചിട്ട് അതിന് 5 ഇതളാണ്. അത് 5 എന്നുള്ള സംഖ്യയാണ്. അത് ഗണിതമാണ്. അപ്പം ജീവിതത്തിൽ ചുറ്റുപാടുമുള്ള ഗണിതത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? മലയാള ഭാഷയിൽ ആ കുട്ടി കണക്ക് പഠിക്കണം. പരിസര പഠനം കുട്ടി ആദ്യം പഠിക്കേണ്ടത് മലയാളത്തിലാണ്. എന്ന് വെച്ചാൽ ചുറ്റുപാടും കാണുന്ന ചെടികളിലേക്കും ചുറ്റുപാടും കാണുന്ന വൃക്ഷത്തിലേക്കും ചുറ്റുപാടും കാണുന്ന പുഴയിലേക്കും പക്ഷികളിലേക്കൊക്കെ കുട്ടിയുടെ ശ്രദ്ധ കൊണ്ടുപോയിട്ട് നമുക്ക് അന്വയിക്കാൻ പറ്റണമെങ്കിൽ മാതൃഭാഷയിൽ പഠിച്ചാലാണ് നന്നാവുക. അതുകൊണ്ടാണ് മാതൃഭാഷയിൽ കുറച്ച് വെക്കാബുലറി നമുക്ക് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് അരജെന്ന് ഇപ്പോൾ പറയേണ്ടി വരുന്നില്ല, എങ്കിൽ പോലും പര്യായ പദങ്ങൾ വേറെ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ്. രക്ഷാകർത്താക്കളാവാൻ ഒരു പരിശീലനം ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് പലപ്പോഴും കിട്ടാത്തൊരു കാര്യമാണ് അല്ലേ? നമ്മൾ കല്യാണം കഴിക്കുമ്പം കാര്യമായിട്ട് ജാതകം നോക്കും, എൻ്റെ ശുക്രൻ എവിടെയാണ്, ഗുളികൻ എവിടെയാണെന്നൊക്കെ നോക്കും അല്ലേ? അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ രക്ഷാകർത്താക്കളാവാൻ ഈ 2 പേരും യോഗ്യരാണോ എന്ന് നമ്മൾ നോക്കാറില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ കുട്ടികളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ മറ്റ് ജന്തുക്കളൊന്നും ജീവികളൊന്നും ഇങ്ങനെ കുട്ടികളെ വളർത്താൻ പരിശീലിക്കുന്നില്ലല്ലോ. നായയോ പൂച്ചയോ എട്ടുകാലിയോ ഒന്നും തന്നെ കുട്ടികളെ വളർത്താൻ അങ്ങനെ ഒരു പ്രത്യേക പരിശീലനം നേടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രം പരിശീലനം വേണമെന്ന് തോന്നുന്നത്? ചിലന്തി വല നെയ്യാൻ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? എങ്ങനെയാണ് പഠിക്കുന്നത് ചിലന്തി വല നെയ്യാൻ? അവരുടെ DNA-യിൽ ഈ ജ്ഞാനം കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതായത് അവർക്കത് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഇൻബിൽറ്റാണ്. അവരുടേത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെയിനുമായിട്ടാണ് അവർ വരുന്നത്. വളർച്ച പ്രാപിച്ച, പൂർണ്ണ വളർച്ച പ്രാപിച്ച, അവർക്ക് വേണ്ടതൊക്കെ സജ്ജീകരിച്ച ഒരു ബ്രെയിനുമായിട്ടാണ് ഈ ജന്തുക്കൾ, ജീവികൾ വരുന്നത്, ഭൂമിയിൽ ജനിക്കുന്നത്. അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. എന്താ പരിമിതി അറിയോ? 1ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പാട്ട് പാടാം. ഇന്ന് രാവിലെ ഇവർ പാടിയാണ്. തുന്നാരങ്കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. നെല്ലോലകളും തെങ്ങോലകളും ചിന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറിപണിയൊന്നു മരം കൊത്തി. കേടുകൾ തീർക്കാൻ അറിയില്ല കിളി കൂടുകൾ പുതുതായി പണിയുന്നു. എന്താ പ്രശ്നം? കിളിക്ക് ഒരു കൂട് കേടുപറ്റി അത് മാത്രം കേടു തീർക്കാൻ അറിയില്ല. ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അതേപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഗുഹ ഇപ്പം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചിലന്തി ഉണ്ടാക്കിയ വലയും ഏതുപോലെയാണ്? ഇപ്പം ഉണ്ടാക്കുന്ന വല തന്നെയാണ്. അവർക്കതിൽ നവീകരിക്കാൻ അറിയില്ല. പക്ഷെ 2000 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യൻ ഇപ്പോൾ വന്നാലോ, അവൻ നമ്മളെ വീട് കണ്ട് അയാൾ ഓർമ്മ കിട്ടും, ബോധം കിട്ടി ചത്തുപോകും അല്ലേ? അത്രയേറെ മാറ്റങ്ങളാണ്. ഇതാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ മസ്തിഷ്കം നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് വേണ്ടി വരുന്നത്? മനുഷ്യൻ്റെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഒരു സ്ഥിതി നോക്കിയേ. പട്ടിയും പൂച്ചയൊക്കെയാണ് പ്രസവിച്ച് അപ്പം തന്നെ ചാടി എണീറ്റിട്ട് പാൽ കുടിക്കാൻ തുടങ്ങും അല്ലേ? പുല്ലെന്നാൻ പോവും, ഒരു പ്രശ്നവുമില്ല എണീക്കാനും. നമ്മുടെ കുട്ടികളാണെങ്കിലോ ഒന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ എത്ര കാലം കഴിയണം അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ മാത്രമേ നമ്മുടെ മനുഷ്യൻ്റെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എലിയുടെ ഉദാഹരണമാണ് പറയുന്നത്. ഒരു എലി പൂച്ച ഓടിക്കും എലിനെ. അപ്പോൾ എലിക്കറിയാം ഓടി രക്ഷപ്പെടണം. എലി ഓടി രക്ഷപ്പെട്ടു. എലി ഓടി രക്ഷപ്പെട്ട് പോകുന്ന വഴിക്ക് ഒരു വേലീൻ്റെ മൂലയ്ക്ക് ഒരു ചെറിയൊരു ഓട്ട കണ്ടു. ആ ഓട്ടക്കൂടെ എലി രക്ഷപ്പെട്ടു. വീട്ടിൽ പോയിട്ട് എലിക്ക് കുട്ടിയോട് പറയാൻ പറ്റില്ല, മോളെ ഇങ്ങനെ ഓടി വരുമ്പോണ്ടല്ലോ അപ്പുറത്തെ രാമട്ടൻ്റെ വേലീൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓട്ടയുണ്ട്, അതിലൂടെ രക്ഷപ്പെട്ട പൂച്ച നിന്നെ പിടിക്കില്ല എന്നുള്ളത് എലിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യൻ്റെ ഒരു ജ്ഞാനം മുഴുവനും കമ്മ്യൂണിക്കേഷനിലൂടെ വരുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ മാത്രം വരുന്നതാണ്. ഇപ്പം ജനിച്ച ഒരു കുട്ടിയെ ഒരു കടുവയോ അല്ലെങ്കിൽ ഒരു കുരങ്ങനോ പിടിച്ചുകൊണ്ടേ കാട്ടുകൊണ്ടേ വളർത്തിയാലോ മനുഷ്യന്മാരായിട്ട് യാതൊരു ബന്ധമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളം കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, പഴം കിട്ടുന്നുണ്ട്, മനുഷ്യന്മാരായിട്ട് ഒരു ബന്ധമില്ല. ആ കുട്ടി എങ്ങനെയായിരിക്കും? ആ കുട്ടി വസ്ത്രം ധരിക്കുമോ? ഇല്ല, വസ്ത്രം ധരിക്കില്ല. ഭാഷ ഉണ്ടാവില്ല, വസ്ത്രം ധരിക്കില്ല, മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊന്നും ഉപയോഗിക്കില്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ
വളരെ പ്രാകൃതമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും ഇപ്പം ജനിച്ച കുട്ടി പോലും. ജനിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ല ഈ അറിവുകളൊക്കെ. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ, ഭാഷയിലൂടെ പകർന്നു കൊടുക്കുന്നതാണ്. ഭാഷ പ്രധാനമാണ് എന്നർത്ഥം. പകർന്നു വരുന്ന ഭാഷയുണ്ടല്ലോ, ഇതെല്ലാം പകർന്നു വരുന്ന, ട്രഡീഷണലായിട്ട് പകർന്നു വരുന്ന ഭാഷ പ്രധാനമാണ് എന്നർത്ഥം. അങ്ങനെ മാത്രമേ മനുഷ്യർക്ക് സംസ്കാരമുള്ള ജീവിയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പരിശീലനം നിർബന്ധമാണ്. മനുഷ്യർക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് പരിശീലനം നിർബന്ധമാണ്. നമുക്ക് നമ്മുടെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. നമ്മൾ കല്യാണം കഴിക്കുന്ന എത്ര ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കുട്ടികളെ വേണമെന്നുള്ളത്? അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ കല്യാണം കഴിച്ചവർ മുഴുവനും കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമോ? ആയിരിക്കില്ല. ചിലർ വേണ്ടെന്ന് വെക്കും. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് കുട്ടികളെ വളർത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയും ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കെങ്കിലുമൊക്കെ അവകാശം വേണ്ടേ? നമ്മളത് ചോദിക്കാറില്ല എല്ലാ ആൾക്കാരോടും. അങ്ങനെ ചോദിച്ച്, അതുപോലെ തന്നെ വളർത്തുമ്പോൾ എങ്ങനെ വളർത്തണം, എങ്ങനെയാണ് കുട്ടികളെ, ഒരു കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ച എങ്ങനെയാണ്, 6 വയസ്സ് വരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, 10 വയസ്സ് വരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതൊക്കെ പരിശീലനത്തിലൂടെ കിട്ടേണ്ടതുണ്ട്. അത്തരം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. അതുവരെ സ്കൂളിൽ പോയിട്ട് അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെങ്കിലും പാരൻറ്റിങ്ങിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഒരു വിവാഹത്തെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഈ പാരൻറ്റിങ്ങിൻ്റെ ചില കാര്യങ്ങൾ, കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ മുതിർന്നവരുടെ മനഃശാസ്ത്രം, അതും വലിയ പ്രശ്നമല്ലേ അല്ലേ? നമ്മളിപ്പോൾ കുട്ടികളുണ്ടാവുന്ന എത്ര വയസ്സിലാണ്? 25 30 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടാവുന്നു. ഇതിനു മുമ്പ് നേരത്തെ പരിശീലനമൊന്നും കിട്ടിയിട്ടല്ലല്ലോ. ഒരു കുട്ടീൻ്റെ ആ കുട്ടിയെ അങ്ങ് വളർത്തി നോക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള പരിശീലനം രക്ഷിതാക്കൾക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ സ്വാധീനിക്കും, സിനിമകൾ സ്വാധീനിക്കും, അവരുടെ പിയർ ഗ്രൂപ്പ്, അവരുടെ കൂട്ടുകാർ സ്വാധീനിക്കും, മാധ്യമങ്ങൾ സ്വാധീനിക്കും. ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ഏറ്റവും അവസാനം വരുന്ന ആളായിരിക്കും അത് ആര്? പാരൻറ്റ്. ഏറ്റവും അവസാനമാണ് പാരൻറ്റ് അവരെ സ്വാധീനിക്കുക. അപ്പോൾ പാരൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം കുട്ടികൾ ഇതനുസരിച്ചോണം എന്നില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുട്ടി, ജനിച്ച കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ശീലമായിട്ടുണ്ടാക്കിയെടുക്കണം ഈ ഇത്ര സമയം ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉപയോഗിക്കും എന്നുള്ളത്. അത് കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ രാവിലെ എണീച്ച് കുട്ടികളുടെ നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചില ഹാബിറ്റുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുട്ടിക്ക് എങ്ങനെയാണ് രാവിലെ പല്ല് തേക്കണമെന്ന് വരുന്നത്? നമ്മൾ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ബ്രഷ് കൊണ്ട് പല്ല് തേപ്പിക്കും. പിന്നെ അത് നിരന്തരമായിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതൊരു ഹാബിറ്റായി മാറും. കുട്ടി പല്ല് തേച്ചോളും. അങ്ങനെ ഓരോ കാര്യം, ഇപ്പം മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോകണമെന്നും, അപ്പിടാൻ കക്കൂസിൽ പോകണമെന്നും, അവിടെ പോയാൽ അത് കഴുകണമെന്നും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ആ പരിശീലനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത്ര മണിക്കൂറേ നമ്മളിത് ഉപയോഗിക്കൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ ലോകത്ത് നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല. പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ് പലപ്പോഴും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എന്താ നിങ്ങൾ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം മൊബൈലിൽ തന്നെ നമ്മൾ ചിലപ്പം കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മളെ പഠന പ്രക്രിയ മുഴുവനും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ തന്നെയും ഇപ്പം എഴുത്തൊന്നുമില്ല, പലപ്പോഴും ഡിജിറ്റൽ ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ റീലുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിട്ട് റീല് ആസ്വദിച്ച് അതിൽ അഭിരമിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അപകടകരമാണ്. അത് ഒഴിവാക്കണം. ബിജുവിൻ്റെ ചോദ്യത്തിനോട് രണ്ടാമത്തെ ഒരു തരത്തിൽ കൂടെ ഞാനൊരു പ്രതികരണം നടത്തുകയാണ്. നമുക്ക് പാരൻറ്റിങ്ങിനെ 3 തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് നമ്മൾ പറയാം അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തീരുമാനിക്കുന്ന 1 മണിക്കൂർ മതി TV കണ്ടത് എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുന്നു, ഞാനത് അടിച്ചേൽപ്പിക്കുന്നു. അതാണ് ഒരു അതോറിറ്റേറിയൻ പാരൻറ്റിൻ്റെ രീതി. ശരി ഏതാണെന്ന് ഞാൻ തീരുമാനിക്കും. രണ്ടാമത്തത് ഒരു പെർമിസീവ് പാരൻ്റാണ്. പെർമിസീവ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്തും അനുവദിച്ചു കൊടുക്കുന്നവരാണ്. കുട്ടി പറഞ്ഞു, അപ്പം കുട്ടിക്ക് വിഷമാവും നമ്മളത് അനുവദിച്ചു കൊടുക്കുക. ഇതാണ് പെർമിസീവ് പാരൻ്റ്. ഈ 2 പാരൻറ്റിങ്ങും ശരിയായ രീതിയല്ല. അതോറിറ്റേറിയനും ശരിയായ രീതിയല്ല, പെർമിസീവ് പാരൻറ്റിങ്ങും ശരിയായ രീതിയല്ല. ഡെമോക്രറ്റിക് ആയിരിക്കണം പാരൻറ്റിങ്. അപ്പം എങ്ങനെ ഡെമോക്രറ്റിക് ആവുക? നമ്മൾ റൂൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ചർച്ച നടത്തി, വീട്ടിലൊരു പൊതുവായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ റൂൾ സെറ്റ് ചെയ്യേണ്ടത്.
മൊബൈൽ ഉപയോഗിക്കുന്ന ചെറിയ പ്രായത്തിലുള്ളത് നമ്മൾ ശീലിപ്പിച്ചാൽ ആ തരത്തിൽ വരും. അത് കഴിഞ്ഞിട്ട് പോലും ഒരു റൂൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര മണിക്കൂറാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത്, അല്ലെ ഇന്ന സാധനമാണ് വായിക്കേണ്ടത്, അല്ലെ ഇന്നതാണ് കളിക്കേണ്ടതൊക്കെ റൂൾ സെറ്റ് ചെയ്യുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാവണം. അതേപോലെ വേറൊരു കാര്യം, അച്ചടക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അച്ചടക്കം എന്ന് പറയുന്നത് പുറമെ നിന്ന് ഒരു കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ പുറമേ നിന്ന് കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല അച്ചടക്കം. കുട്ടിക്ക് തോന്നുകയാണ്, കുട്ടിക്കും കൂടെ തോന്നണം ഇതാണ് ശരിയായ രീതി, ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കുട്ടിയുടെ ഒരു അഗ്രിമെന്റോട് കൂടി കുട്ടി ചെയ്യുന്നതാണ് അച്ചടക്കം. അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട്, നിർബന്ധം കൊണ്ട്, നിയമപ്രകാരം അടിച്ചേൽപ്പിച്ചതുകൊണ്ട് കുട്ടി അംഗീകരിക്കുന്നതല്ല. അപ്പൊ എങ്ങനെയാണ് അച്ചടക്കമുള്ള ഒരു കുട്ടി എന്നുള്ള തരത്തിൽ ഇത്ര സമയം മാത്രമേ ഞാൻ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുള്ളൂ, ഇന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും എന്ന് കുട്ടി എങ്ങനെയാണ് ഒരു അഗ്രിമെന്റിൽ എത്തുക? അതൊരു ഡിസ്കഷൻ്റെ ഭാഗം. സ്കൂളിലാണെങ്കിൽ അങ്ങനെ തന്നെ അധ്യാപകരുമായിട്ട് ജനാധിപത്യപരമായിട്ട് സംസാരിച്ചിട്ട്, വീട്ടിലാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മളല്ല അവിടെ ജനാധിപത്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ കൺട്രോളിൻ്റെ പുറത്താണ് സ്കൂളുകളൊക്കെ. പക്ഷെ വീട്ടിൽ നമുക്ക് പറ്റും. ഒരു മേശയ്ക്ക് ചുറ്റും നമ്മൾ ഇരുന്നിട്ട് ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും കുട്ടികളും വീട്ടിലുള്ള ആൾക്കാരും കൂടിയിട്ട് തുറന്ന് സംസാരിക്കുകയാണ്. തുറന്ന് സംസാരിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് അച്ഛനോട് പറയാം, അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, എനിക്കത് വല്ലാത്ത വിഷമമായി, അച്ഛൻ അങ്ങനെയല്ല പറയേണ്ടിരുന്നത്, അല്ല അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തിരിച്ചും പറയാം, നീ അന്ന് ആ ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പെരുമാറിയില്ലേ, അത് എനിക്ക് ഇഷ്ടമായില്ല. ഇങ്ങനെ അത് പ്രൊവോക്ഡ് ആവാതെ, പരസ്പരം പ്രൊവോക്ഡ് ആവാതെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഒരു രൂപരേഖ ഉണ്ടല്ലോ, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ. അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് അച്ഛനും ബാധകമാണ്, അമ്മയ്ക്കും ബാധകമാണ്, കുട്ടിക്കും ബാധകമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ് നമ്മൾ എന്ത് പറയുക, അച്ചടക്കമുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ അച്ചടക്കമുള്ളൊരു സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെ വിചാരം എന്താ വെച്ചാൽ, നിയമങ്ങളൊക്കെ പോലീസ് കാണുമ്പം നമ്മൾ ഹെൽമെറ്റ് വെക്കുന്ന അതാണല്ലോ, പോലീസ് പിടിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പം എന്നെ ഒരാൾ വണ്ടിയിൽ കൂട്ടിക്കൊണ്ട്, അപ്പം സ്കൂട്ടർ പോരെ, ഞാൻ പറഞ്ഞു സ്കൂട്ടർ മതി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പള്ളിക്കുന്നിലേക്കുള്ള കുറേ രാത്രി പോകണം, സ്കൂട്ടർ പോരെ. അപ്പം ഞാൻ പറഞ്ഞു അല്ല എൻ്റെ ഹെൽമെറ്റ് ഇല്ലല്ലോ. അത് വേണ്ട മാഷേ, പോലീസ് ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് പോലീസിനല്ല, എനിക്ക് വേണ്ടിയാണ്. പോലീസ് കണ്ടില്ലെങ്കിൽ പോലും അത്രയും ദൂരം രാത്രി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിയിൽ പോകുമ്പോൾ എനിക്കെന്തെങ്കിലും പറ്റില്ലേ? അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടർ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതിൽ പോയിട്ട് ഹെൽമെറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇയാളുടെ സ്കൂട്ടറിൽ കയറി. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നമുക്കെല്ലാം വേറെ ആൾക്കാരെ പേടിച്ചിട്ടാണ് നമ്മുടെ അച്ചടക്കം. അങ്ങനെ അല്ലാത്ത ഒരു അച്ചടക്കത്തിൻ്റെ ശീലം നമ്മൾ വീട്ടിലുണ്ടാക്കണം. ഈ ക്യാമ്പുകൾക്കൊക്കെ ഉള്ളൊരു വലിയ ഗുണമാണത്. കാരണം സ്കൂളിൽ എന്ന് പറഞ്ഞത് കുട്ടിയുടെ മനസ്സും അധ്യാപകരുടെ മനസ്സും വേറെ വേറെ ലോകങ്ങളിലാണ്. കുട്ടി ഒരു പക്ഷെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ, പക്ഷെ അവർ അംഗീകരിച്ചിട്ടൊന്നുമല്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ വലിയ ഫൈനോ ഭയങ്കര നൂലാമാല ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുട്ടി മനസ്സ് തുറക്കാതെ മാറി നിൽക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങളെടുത്ത് വരുമ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ബഹളം ഉണ്ടാക്കാം, ഞങ്ങൾക്ക് അവരോട് അങ്ങോട്ടും പറയാം. അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ്നെസ് വരുന്നുണ്ട് ഇത്തരം വർക്ക്ഷോപ്പിലൊക്കെ വരുമ്പോൾ, തിയേറ്ററിൻ്റെ വർക്ക്ഷോപ്പിൽ വരുമ്പം അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാമ്പുകളൊക്കെ വരുമ്പം കുട്ടികളും ഈ പരിശീലനം കൊടുക്കുന്ന ആളുകളും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. അവിടെ ആരും അവരെ കമ്പൽ ചെയ്യുന്നില്ല. ഇപ്പം ഇന്ന് എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ, ഞാനിവിടെ വന്ന സമയത്ത് ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒക്കെ തന്നെ കുറച്ചൊക്കെ മാറിയുന്ന കുട്ടികളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിലെ കുറച്ച് മാറുന്ന കുട്ടികൾ. അപ്പോൾ പക്ഷേ 1 മണിയായിട്ട് അവസാന സെഷൻ അവസാനിപ്പിക്കാനാകുമ്പോഴത്തേക്ക് അവരെല്ലാ ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുകയും എൻ്റെ കൂടെ വരികയും ഞാൻ പറഞ്ഞ പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വന്നു. അങ്ങനെ അവർക്കും കൂടി ഇഷ്ടമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് അച്ചടക്കമാണ്. ആ ഒരു രീതി നമുക്ക് എന്ത് വേണം, നമ്മുടെ വീട്ടിലും ഉണ്ടാവണം. നമ്മുടെ വീടുകൾ, നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് അല്ല. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്, നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, അമ്മാവൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ഭീകര ജീവികൾ വന്നാൽ ഇന്നൊന്നും മിണ്ടാൻ പാടില്ല എന്നതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മുതിർന്ന ആൾക്കാർ പറയുന്നത് അപ്പടി കേൾക്കണം, അവർ ചോദ്യം ചെയ്യാനേ പാടില്ല എന്നാണ്. അങ്ങനെയല്ല, അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ വീട്ടിലൊരു അച്ചടക്കം ഉണ്ടാക്കാനുള്ളത്. അതാണ് പറഞ്ഞത്, അച്ഛൻ്റെ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ കുട്ടിക്ക് അത് അനുവാദം കൊടുക്കണം. ഇതിൻ്റെ വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്നതിനെ എതിർക്കാൻ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് പ്രശ്നം എന്നറിയോ? അവർ പുറത്തിറങ്ങിയിട്ട് വേറെ ആരെങ്കിലും അവരോട് മോശമായിട്ട് പെരുമാറിയാൽ അവർക്ക് മറുപടി പറയാൻ പറ്റില്ല.
അങ്ങനെ പറ്റില്ല. അത് നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. ഒരാൾ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് ശരിയല്ല എന്ന് പെൺകുട്ടിയെ നമ്മൾ വീട്ടിൽ നിന്ന് പരിശീലിപ്പിച്ചാൽ മാത്രമേ ബസ്സിൽ പോകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ആ പെൺകുട്ടിയോട് വേറൊരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നീ എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. മറ്റേത് അച്ഛനെ പേടിച്ച്, അമ്മാവനെ പേടിച്ച്, വല്യച്ഛനെ പേടിച്ച് മിണ്ടാണ്ട് ശീലിച്ച പെൺകുട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുഭവിക്കുമ്പോൾ മിണ്ടാണ്ടിരുന്ന് പോകും. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെ സംരക്ഷിക്കാൻ കൂടി ആവശ്യമാണെന്നർത്ഥം.